നമുക്കിനി പറയാനുള്ളത് എഡ്ജ് കട്ട് എന്താണ്, പിന്നെ കോട്ടറീൻ്റെ ചില പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡ്ജ് കട്ട് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ജി എന്നുള്ളൊരു ഗ്രാഫുണ്ട്, അതിൻ്റെ വെർട്ടെക്സുകളുടെ കളക്ഷനാണ് വി അതിൻ്റെ വെർട്ടെക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ വെർട്ടെക്സുകളുടെ കളക്ഷൻ്റെ രണ്ട് സബ്സെറ്റുകളാണ് എസ്സും എസ് ഡാഷും. അങ്ങനെയാണെങ്കിൽ ബോക്സ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എൻ പോയിൻറ്റ്സ് എസ്സിലും എസ് ഡാഷിലും വരുന്ന എഡ്ജസിൻ്റെ കളക്ഷനാണ്. എൻ പോയിൻറ്റ്സ് എൻ വെർട്ടെക്സുകൾ എസ്സിലും എസ് ഡാഷിലും വരുന്ന എഡ്ജസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ബോക്സ് എസ് ഡാഷ് എന്ന് പറയും. ഓക്കെ, ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ എഡ്ജ് കട്ട് ഡിഫൈൻ ചെയ്യുന്നത്. കട്ട് എഡ്ജ് നമ്മൾ ഇതിന് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. എഡ്ജ് കട്ടും കട്ട് എഡ്ജും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എഡ്ജ് കട്ട് എന്ന് നോക്കുക. ജി എന്നുള്ളൊരു ഗ്രാഫുണ്ട്. ആൻ എഡ്ജ് കട്ട് ഓഫ് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം box S bar where S and S bar are non-empty proper subsets of V such that S bar equal to V difference S. അതായത് ജി എന്നുള്ള ഗ്രാഫിൻ്റെ ഒരു എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ജി എന്നുള്ള ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ്, അതിനെ നമ്മൾ എഡ്ജ് കട്ടാന്ന് പറയും. എപ്പോൾ ആ സബ്സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ എഡ്ജസിൻ്റെ സബ്സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്കൊരു വെർട്ടെക്സ് സെറ്റ് കിട്ടണം. വെർട്ടെക്സ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് എസ് കിട്ടണം, പ്രോപ്പർ സബ്സെറ്റ്, നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ് എസ് കിട്ടണം. എങ്ങനെ? നമ്മൾക്ക് ഈ എഡ്ജസിൻ്റെ സബ്സെറ്റിനെ നമ്മൾക്ക് ബോക്സ് എസ് ബാർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എസ് ബാർ എന്ന് പറഞ്ഞാൽ വി ഡിഫറൻസ് എസ്, അതായത് എസിൻ്റെ വിയിലുള്ള കോംപ്ലിമെൻറ്റ്. ഓക്കെ, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ എഡ്ജസിൻ്റെ കളക്ഷനെ നമ്മൾ എഡ്ജ് കട്ടാണെന്ന് പറയും. എഡ്ജ് കട്ട്. ഓക്കെ, അതായത് നമ്മളുടെ കയ്യിലൊരു ഗ്രാഫുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 എഡ്ജസ് വരുന്ന ഒരു കളക്ഷൻ കൺസിഡർ ചെയ്യുക, എഡ്ജ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഈ പോർഷനിലുള്ള വെർട്ടെക്സുകളുടെ കളക്ഷൻ S1ഉം ഈ പോർഷനിലുള്ള വെർട്ടെക്സുകളുടെ കളക്ഷൻ S2 ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് S2നെ എങ്ങനെ എഴുതാം? ഇത് മുഴുവൻ ഗ്രാഫ് ഇതേപോലെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ S2നെ എനിക്ക് എന്ത് എഴുതാം? S1ൻ്റെ കോംപ്ലിമെൻ്റ് ആക്കി എഴുതാം. അതായത് എനിക്ക് ഈ സെറ്റിനെ, ഈ പോർഷനിൽ വരുന്ന വെർട്ടെക്സുകളുടെ സെറ്റിനെ S എന്നും ഇതിനെ S ബാർ എന്നും എഴുതാം. S ബാർ എന്ന് പറഞ്ഞാൽ വി ഡിഫറൻസ് S. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 എഡ്ജസിൻ്റെ കളക്ഷന് എനിക്ക് എങ്ങനെ എഴുതാം? ബോക്സ് എസ് ബാർ. അതായത് ഈ 3 എഡ്ജസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എസ്ന്ന് ആ 3 എഡ്ജസിൻ്റെ എൻ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു എൻ പോയിൻ്റ്, ഒരു എൻ വെർട്ടെക്സ് എസ്സിലും മറ്റേ എൻ വെർട്ടെക്സ് എസ് ബാറിലുമാണ്. ഓക്കെ, എസ് ബാറിലുമാണ്. അതേപോലെ ഈ ബാക്കിയുള്ള 2 എഡ്ജസിന്. അപ്പോൾ നമുക്ക് ഈ 3 എഡ്ജസിന് നമുക്ക് ബോക്സ് എസ് ബാർ എന്നുള്ള രീതിയിൽ നൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന എഡ്ജസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എഡ്ജ് കട്ട് എന്ന് പറയാം. എഡ്ജ് കട്ട് എന്ന് പറയാൻ കാരണം നമുക്ക് ഈ എഡ്ജ് കട്ടിലുള്ള ഈ എഡ്ജസിനെ റിമൂവ് ചെയ്താൽ നമ്മളുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. നോക്ക്, ഈ എഡ്ജസിനെ ഞാൻ റിമൂവ് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ ഒരു ഗ്രാഫും കിട്ടും, ഡിസ്കണക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, അതായത് നമ്മളുടെ ഗ്രാഫിൻ്റെ എഡ്ജ് കട്ടിലുള്ള എഡ്ജസിനെ റിമൂവ് ചെയ്താൽ ഗ്രാഫിൻ്റെ കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എഡ്ജ് കട്ട്. ഓക്കെ, ഇനി കുറച്ച് നോട്ട്സ്. പിന്നെ ഈ എഡ്ജ് കട്ടുകളുടെ കളക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിലെ മിനിമൽ നോൺ എംപ്റ്റി എഡ്ജ് കട്ട് ചൂസ് ചെയ്യുക. അതായത് ജി എന്നുള്ളൊരു ഗ്രാഫ്, അതിൽ എഡ്ജ് കട്ടുകൾ ഉണ്ടെങ്കിൽ എഡ്ജ് കട്ടുകളുടെ കളക്ഷൻ കൺസിഡർ ചെയ്യുക. ആ ഗ്രാഫിലെ പോസിബിൾ ആയിട്ടുള്ള എഡ്ജ് കട്ടുകളുടെ കളക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിലെ മിനിമൽ നമ്പർ ഓഫ് എഡ്ജസ് വരുന്ന, അതായത് ആ കളക്ഷനിലുള്ള സെറ്റുകളിൽ കാർഡിനാലിറ്റി മിനിമം വരുന്ന സെറ്റുകളെ നമ്മൾ ബോണ്ട് എന്ന് പറയും. ഓക്കെ, അതായത് എ മിനിമൽ നോൺ എംപ്റ്റി എഡ്ജ് കട്ട് ഓഫ് ജി ഈസ് കോൾഡ് എ ബോണ്ട്. ഓക്കെ,
ഇനി ഫസ്റ്റ് ഒബ്സർവേഷനാണ്, ഫസ്റ്റ് നോട്ട്. നമ്മളുടെ ഗ്രാഫിൽ ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്ന് കരുതുക. നമ്മളുടെ ഗ്രാഫിൽ ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കട്ട് എഡ്ജിൻ്റെ കളക്ഷൻ, ആ കട്ട് എഡ്ജിൻ്റെ കളക്ഷൻ ഈ ആണ്, ഈ കട്ട് എഡ്ജ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈൻ്റെ കളക്ഷൻ ഒരു ബോണ്ടായിരിക്കും. ഓക്കെ, ബോണ്ടായിരിക്കും. ആദ്യം എഡ്ജ് കട്ട് ആയിരിക്കും, മോറോവർ അത് മിനിമൽ സെറ്റ് ആയിരിക്കും, അതുകൊണ്ട് അതിനെ ബോണ്ട് എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് പിക്ചറിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ എഡ്ജിനെ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, കാരണം കട്ട് എഡ്ജാണ്. നമുക്ക് ഈ എഡ്ജിൻ്റെ കളക്ഷൻ എങ്ങനെ എഴുതാം? ഈ ഗ്രാഫിൻ്റെ ഈ പോർഷനിലുള്ള വെർട്ടെക്സുകളുടെ എണ്ണം എസ് ആയിട്ട് എടുത്താൽ ഗാഫിലെ ബാക്കിയുള്ള വെർട്ടെക്സുകളുടെ എണ്ണം എസ് ബാറോ ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ്സും എസ് ബാറും തമ്മിലുള്ള ഏകൊരു ഒറ്റ കണക്ഷനേ ഉണ്ടാവുള്ളൂ, ഈ എന്നുള്ള കണക്ഷൻ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ബാർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതൊരു എഡ്ജ് കട്ടാണെന്ന് മനസ്സിലാക്കുക. എഡ്ജ് കട്ട് മിനിമലാണ്, അതുകൊണ്ട് ബോണ്ടാവും. ഓക്കെ, കട്ട് എഡ്ജ് ഒരു ബോണ്ടായിരിക്കും. ഇഫ് നെക്സ്റ്റ് നോട്ട്, ഇഫ് G is connected, then a bond B of G is a minimal subset of E such that G minus B is disconnected. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എഡ്ജ് കട്ടിലെ എഡ്ജസിനെ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന ആ ഡിസ്കണക്റ്റഡ് ജി കണക്റ്റഡ് ആണ്, ബി അതിലൊരു ബോണ്ടാണെങ്കിൽ ബി എഡ്ജ് കട്ട് ആയിരിക്കും. ബി എഡ്ജ് കട്ട് ആയതുകൊണ്ട് തന്നെ ജിന്ന് ബീനെ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. ജി കണക്റ്റഡ് ആയതുകൊണ്ട് ജി മൈനസ് ബി ഡിസ്കണക്റ്റഡ് ആവും, കാരണം ബി ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ബോണ്ട് എന്നുള്ള ആ വേർഡിൻ്റെ മീനിങ് തന്നെ നമുക്ക് ഗ്രാഫിൻ്റെ കേസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്, ബോണ്ട് ഉള്ള ആ വേർഡ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഡെഫിനിഷനാണ് നമുക്ക് പറയാനുള്ളത്. ഡെഫിനിഷൻ നോക്കാം. If H is a subgraph of G, the complement of H in G denoted by H bar of G is the subgraph G minus E of H. സിമ്പിളാണ്. G എന്നുള്ളൊരു ഗ്രാഫ്, അതിൻ്റെ ഒരു സബ്ഗ്രാഫാണ് H. അങ്ങനെയാണെങ്കിൽ H bar of G, കോംപ്ലിമെൻറ്റ് ഓഫ് H ഇൻ G എന്നുള്ള ഗ്രാഫിൽ Hൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ Gന്ന് Hലുള്ള എഡ്ജസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ഗ്രാഫ്, അതിനെയാണ് നമ്മൾ Hൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ഡെഫിനിഷനാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.